US പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ന്യൂഹാംഷയർ സംസ്ഥാനത്ത് നടന്ന പ്രൈമറി തിരഞ്ഞെടുപ്പിൽ 54.6% വോട്ട് നേടിയാണ് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജയം. മുഖ്യ എതിരാളിയായ നിക്കി ഹേലി 43.2% വോട്ടുമായി പിന്നിലെത്തി. റിപ്പബ്ലിക്കൻ പ്രൈമറി നടക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ന്യൂഹാംഷയർ. ഇവിടെ ജയിക്കാൻ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ച UN മുൻ അംബാസഡർ നിക്കി ഹേലിക്ക് തിരിച്ചടിയായി. നേരത്തെ അയോവയിൽ നടന്ന പ്രൈമറിയിലും ട്രംപിന് തന്നെയായിരുന്നു ജയം. ന്യൂഹാംഷയറിലെ നിഷ്പക്ഷ വോട്ടർമാരെ ഉന്നം വെച്ചായിരുന്നു ഹേലിയുടെ പ്രവർത്തനങ്ങളെങ്കിലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഫലം തെളിയിക്കുന്നത്. സംസ്ഥാനത്തെ ജയത്തോടെ ആദ്യ 2 പ്രൈമറികളിലും ജയിക്കുന്ന ആദ്യ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് മാറി. ട്രംപിന് വോട്ടർമാർക്കിടയിലുള്ള വൻ സ്വാധീനം കണക്കിലെടുത്ത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, ടെക് സംരംഭകനും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമി എന്നിവർ ഉൾപാർട്ടി പോരിൽ നിന്ന് പിന്മാറിയിരുന്നു. അതേസമയം താൻ പിന്മാറില്ലെന്നും മുന്നോട്ടു പോകുമെന്നും നിക്കി പ്രതികരിച്ചു. അതിനിടെ ന്യൂഹാംഷയറിൽ നടന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനൌദ്യോഗിക പ്രൈമറിയിൽ 51.6% വോട്ടോടെ പ്രസിഡന്റ് ജോ ബൈഡനും ജയം നേടി. ബൈഡന്റെ പേര് ഇവിടുത്തെ ബാലറ്റിലില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ പേരെഴുതി വോട്ട് ചെയ്യാം. ഫെബ്രുവരി 3 സൗത്ത് കാരോലൈനയിലെ പ്രൈമറിയോടെയാണ് ഡെമോക്രാറ്റുകൾ ഇത്തവണ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നത്. സാധാരണ ന്യൂഹാംഷയറിൽ നിന്നാണ് ഇവ ആരംഭിച്ചിരുന്നത്. ഇത്തവണ ഇതിൽ മാറ്റം വരുത്താനുള്ള ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ന്യൂഹാംഷയറിലെ ഡെമോക്രാറ്റുകൾ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് നീങ്ങുകയാണ്. പാർട്ടി നിയമങ്ങൾ പാലിക്കണമെന്നതിനാൽ ബാലറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബൈഡൻ തീരുമാനിക്കുകയും ചെയ്തു. പാർട്ടിയിൽ ബൈഡന് ശക്തമായ എതിരാളികളില്ല. പ്രമുഖ ബിസിനസ്സുകാരനും അമേരിക്കയിലെ 3ാമത്തെ വലിയ പ്രീമിയം ഐസ്ക്രീം ബ്രാൻഡായ ടാലന്റി ജെലറ്റോയുടെ മുൻ ചെയർമാനുമായ ഡീൻ ഫിലിപ്സ്, എഴുത്തുകാരി മരിയൻ ഫില്യംസൺ എന്നിവരാണ് ബൈഡനെതിരെ പാർട്ടിക്കുള്ളിൽ. മിനസോട്ടയിൽ നിന്നുള്ള ജനപ്രതിനിധി സഭാംഗമായ ഡീനിന് 19.7%, മരിയാന് 4.7% എന്നിങ്ങനെയാണ് ന്യൂഹാംഷയറിൽ ലഭിച്ചത്. അടുത്ത മത്സരം ഫെബ്രുവരി 24 സൗത്ത് കരോലിനയിലാണ്. ട്രംപിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.